ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ലോക്കൽ ഇലക്ഷൻ റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ റീഫോം പാർട്ടിക്ക് വലിയ മുന്നേറ്റമുണ്ടായിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ ലേബർ പാർട്ടി തള്ളപ്പെട്ടിരിക്കുന്നു. ഒന്നാം സ്ഥാനത്ത് റീഫോം പാർട്ടി വലിയ മുന്നേറ്റം നേടി. രണ്ടാം സ്ഥാനം ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും മൂന്നാം സ്ഥാനം കൺസർവേറ്റീവ് പാർട്ടിയും നേടി. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ തന്നെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ച റീഫോം പാർട്ടി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നാണ് ഇപ്പോൾ ലോക്കൽ ഇലക്ഷൻ റിസൾട്ടുകളിലൂടെ നടത്തിയിരിക്കുന്നത്. ഇതുവരെ വന്ന റിസൾട്ടുകൾ അനുസരിച്ച് റീഫോമിന് നേടാനായത് 903 സീറ്റുകളാണ്. ലിബറൽ ഡെമോക്രാറ്റിക്കുകൾക്ക് 538 സീറ്റുകളും കൺസർവേറ്റീവ് പാർട്ടി 483 സീറ്റുകളിലോട്ട് ഒതുങ്ങേണ്ടി വന്നു. ലേബറിന് നേടാനായത് 479 സീറ്റുകൾ മാത്രം. ഇതുവരെ ലേബർ പാർട്ടിക്ക് നഷ്ടമായത് 669 സീറ്റുകളാണ്. അഞ്ചാം സ്ഥാനത്തുള്ള ഗ്രീൻ പാർട്ടിക്ക് 259 സീറ്റുകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി UK-യിൽ 2 പാർട്ടികളാണ് സുപ്രധാന സ്ഥാനത്തുണ്ടായിരുന്നത്, ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും. എന്നാൽ മൂന്നാം സ്ഥാനത്തേക്ക് മറ്റൊരു പാർട്ടി കടന്നു വരികയും അവർ ഏറ്റവും വലിയ മുന്നേറ്റം നേടി എന്നുള്ളതാണ് ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ഇലക്ഷനിൽ നാമമാത്രമായ സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന റീഫോം പാർട്ടിയാണ് ഇപ്പോൾ വലിയ മുന്നേറ്റം നേടിയിരിക്കുന്നതും രാജ്യത്തൊട്ടാകെ നിരവധി സീറ്റുകളിൽ അവർ വിജയിച്ചിരിക്കുന്നതും. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞതായി റീഫോം പാർട്ടി നേതാവ് നൈജൽ ഫറാഷ് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഈയൊരു വൻ തകർച്ച താൻ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ നൽകിയിരിക്കുന്നത്. വലിയൊരു പരാജയമുണ്ടായെങ്കിലും തന്റെ സ്ഥാനം ഒഴിയാൻ തയ്യാറല്ല എന്ന പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു. ലേബർ പാർട്ടിക്ക് സംഭവിച്ചതുപോലെ തന്നെ കൺസർവേറ്റീവിനും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. അവർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. കൺസർവേറ്റീവിന്റെയും ലേബറിന്റെയും കുത്തകയായിരുന്ന പല കൗൺസിലുകളും റീഫോം പിടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഹാവറിംഗ് കൗൺസിൽ അനേക വർഷങ്ങളായി കൺസർവേറ്റീവ് പാർട്ടി വിജയിച്ചിരുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കൗൺസിലും റീഫോം പാർട്ടി പിടിച്ചിരിക്കുന്നു. ഇതുകൂടാതെ രാജ്യവ്യാപകമായി നിരവധി സുപ്രധാന കൗൺസിലുകളിലൊക്കെ റീഫോം വിജയിക്കുകയും ചെയ്തു. സാധാരണ ലോക്കൽ ഇലക്ഷനുകളിലൊക്കെ പ്രധാന ഇലക്ഷൻ വിഷയമാകാറുള്ളത് ആ പ്രദേശത്തെ വികസനത്തെക്കുറിച്ചാണ്. പ്രധാനമായും റോഡിന്റെ അറ്റകുറ്റപ്പണി, മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. അത്തരം വിഷയങ്ങളൊക്കെയാണ് പ്രധാനമായും രാഷ്ട്രീയ ചർച്ചയാകാറുള്ളത്. എന്നാൽ ഇത്തവണ റീഫോം പാർട്ടിയുടെ പ്രചരണങ്ങളിലെല്ലാം അവർ കുടിയേറ്റമാണ് പ്രധാന പ്രശ്നമെന്നും കുടിയേറ്റം മൂലമാണ് ബാക്കി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തു. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ദേശീയ വിഷയം പ്രാദേശിക തലത്തിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് തങ്ങളുടെ വിജയം എന്നും റീഫോം. ഈയൊരു ഇലക്ഷൻ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത പ്രധാന ഇലക്ഷനിൽ റീഫോം പാർട്ടി തന്നെ രാജ്യത്ത് അധികാരത്തിലെത്തുമെന്നാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ റീഫോം പാർട്ടിക്ക് കഴിയൂ എന്ന പ്രസ്താവനകളാണ് റീഫോം നേതാക്കൾ നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് അവർ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രധാന പ്രചരണങ്ങൾ. കഴിഞ്ഞ കുറെ കാലമായി രാജ്യം ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്കും ലേബർ ഗവൺമെന്റിനും കാര്യമായ ചേഞ്ചുകളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പല പ്രഖ്യാപനങ്ങളും അവർ നടത്തി. കുടിയേറ്റം കുറയ്ക്കുമെന്ന വാഗ്ദാനങ്ങളുമായി അധികാരത്തിലെത്തിയതിനു ശേഷം ലേബർ ഗവൺമെന്റിന് അത് നടപ്പാക്കാനായി കഴിഞ്ഞില്ല. അനധികൃത കുടിയേറ്റം കുതിച്ചുയർന്നു. UK-ലെ സ്കൂളുകളിൽ തിരക്ക് വർദ്ധിച്ചു. GP അപ്പോയിന്റ്മെന്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായി. പബ്ലിക് സർവീസുകളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ആവശ്യത്തിന് വീടുകളില്ലാത്ത സാഹചര്യങ്ങളിലോട്ട് കാര്യങ്ങളെത്തി. ഇത് രാജ്യത്ത് വലിയ ക്രൈസിസിന് കാരണമായി. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് അഭയാർത്ഥികൾക്ക് വേണ്ടി ഗവൺമെന്റ് വൻതോതിൽ പണം ചെലവാക്കി. ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങളാണ് റീഫോം പാർട്ടി നടത്തിയത്. പൂർണ്ണമായ റിസൾട്ട് പുറത്തു വന്നില്ലെങ്കിലും ഇതുവരെയുള്ള റിസൾട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് വൻ വിജയമാണ് റീഫോമിന് നേടിക്കൊടുത്തത് എന്ന് തന്നെ. ഇതുവരെ പുറത്തു വന്ന റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്കോട്ട്ലൻഡിൽ SNP ആണ് മുൻതൂക്കം നേടിയിരിക്കുന്നത്. സ്കോട്ടിഷ് നാഷണൽ പാർട്ടി സ്കോട്ട്ലൻഡിന് വേണ്ടി, സ്കോട്ട്ലൻഡിലെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും മുൻനിരയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ഇലക്ഷൻ വന്നാലും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിക്കായിരിക്കും അവിടെ മുൻതൂക്കവും. ഇംഗ്ലണ്ടിലെ റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പറഞ്ഞത് ജനരോഷം താൻ മനസ്സിലാക്കുന്നു, അത് താൻ ഗൗരവകരമായി കാണുന്നു. എങ്കിലും പദവികൾ ഉപേക്ഷിക്കാതെ ആവശ്യമായ ചേഞ്ചുകൾ രാജ്യത്ത് കൊണ്ടുവരുമെന്നാണ്. ഇപ്പോൾ റിസൾട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രധാന കൗൺസിലുകളൊക്കെ ലേബറിന് നഷ്ടമായിരിക്കുന്നു. രാജ്യത്തിന്റെ ഭരണ പാർട്ടിക്ക് ഇത്രയും വലിയൊരു തകർച്ചയുണ്ടാകുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഇത്രയും വലിയ പരാജയത്തിന് പ്രധാന കാരണം റീഫോം പാർട്ടി നടത്തിയ പ്രചരണങ്ങൾ തന്നെയാണ്. രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന രീതിയിലോട്ടുള്ള പ്രചാരണമാണ് റീഫോം രാജ്യവ്യാപകമായി നടത്തിയത്. സാധാരണ ഒരു ലോക്കൽ ഇലക്ഷനും അപ്പുറത്ത് രാജ്യത്ത് നടപ്പാക്കേണ്ട പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രചരണം നടത്തി. ഓരോ വ്യക്തികൾക്കും ലെറ്ററുകളും ലീഫ്ലെറ്റുകളും അയക്കാൻ അവർ തയ്യാറായി. എന്താണ് യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത്, കുടിയേറ്റം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യം എന്തൊക്കെയാണ്, ഇതേക്കുറിച്ചായിരുന്നു ഈ ഇലക്ഷനിൽ അവർ പ്രധാനമായും സംസാരിച്ചതും. ലോക്കൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ പ്രചരണത്തിനിറങ്ങിയതാണ് റീഫോം പാർട്ടി. ഓരോ വ്യക്തികളെയും
അഡ്രസ് ചെയ്തുകൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾ അവർ സംസാരിച്ചു. വലിയ പ്രചരണം തന്നെയാണ് അവർ നടത്തിയത്. ജനങ്ങളെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെയാണ് ഇലക്ഷന്റെ വിജയം എന്ന് ഇപ്പോൾ നേതാക്കളും പറഞ്ഞിരിക്കുന്നു. രാജ്യത്തുണ്ടായിരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയെന്നും അത് നടപ്പാക്കുന്നതിന് റീഫോം പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ടായതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന അഭിപ്രായം കൂടിയാണ് റീഫോം പാർട്ടി നേതാക്കൾ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ലേബർ പാർട്ടിക്ക് പരാജയമുണ്ടായത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. പ്രത്യേകിച്ചും റീഫോം പാർട്ടി വിജയിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ കുടിയേറ്റം കുറയ്ക്കുക എന്നത് തന്നെയാണ്. UK-യിൽ സെറ്റിൽമെന്റ് ഓപ്ഷനുകൾ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനം റീഫോം പാർട്ടി നൽകിയിരുന്നു. UK-യിൽ ജോലി ചെയ്യാൻ വരുന്നവർക്ക് സ്ഥിരമായ സെറ്റിൽമെന്റ് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന പ്രസ്താവനയാണ് റീഫോം നൽകിയിരുന്നത്. കുടിയേറ്റം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം UK-യിൽ ഉണ്ടായിരിക്കുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഈസിയായി സെറ്റിൽ ചെയ്യാനും പൗരത്വം നേടാനും കഴിയുന്ന രാജ്യമായി UK മാറി. ഈ സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യം നേരിടാൻ പോകുന്നത് വലിയൊരു ക്രൈസിസ് ആണെന്നും ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ലേബർ ഗവൺമെന്റ് നടപ്പാക്കുന്ന പല ഇമിഗ്രേഷൻ നിയമങ്ങളും ആദ്യം മുന്നോട്ട് വെച്ചത് റീഫോം പാർട്ടിയാണെന്നും അതിനെ കോപ്പിയടിക്കുന്ന രീതിയാണ് ലേബർ ഗവൺമെന്റ് നടപ്പാക്കുന്നത് എന്ന വിമർശനങ്ങളും അവർ നൽകിയിരിക്കുന്നു. ഇമിഗ്രേഷൻ വിഷയങ്ങളിൽ റീഫോം പാർട്ടി അവതരിപ്പിച്ച സുപ്രധാന കാര്യങ്ങളെല്ലാം കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും അവഗണിക്കുന്ന സാഹചര്യമാണ് കുറെ കാലമായി ഉണ്ടായതെന്നും അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ലോക്കൽ ഇലക്ഷനിലൂടെ കാണാൻ കഴിഞ്ഞത് എന്ന അഭിപ്രായവും അവർ നൽകുന്നു. ഇപ്പോൾ UK-യിൽ എത്തിയിരിക്കുന്ന സ്കിൽഡ് മൈഗ്രൻസിനും കെയർ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർക്കുമൊക്കെ വലിയ ആശങ്ക നൽകുന്ന ധാരാളം നിയമ ചേഞ്ചുകളാണ് ലേബർ പാർട്ടി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ റീഫോം പാർട്ടി വലിയ മുന്നേറ്റം രാജ്യത്ത് നേടി എന്നുള്ള വാർത്തകൾ വരുന്നത്. പുതിയ സാഹചര്യത്തിൽ നിയമങ്ങൾ നടപ്പാക്കാൻ ഇനിയും കാലതാമസം എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UK-യിൽ ഓൾറെഡി വന്നിട്ടുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് PR കിട്ടുന്നതിന് തടസ്സമുണ്ടാകാനും ഇടയില്ല. ഇപ്പോൾ റീഫോം പാർട്ടി നേടിയിരിക്കുന്ന ഈ ഒരു വിജയം ലോക്കൽ ഇലക്ഷന്റെ കാര്യത്തിലാണ്. ലേബർ പാർട്ടി തന്നെ രാജ്യം ഭരിക്കുന്ന സാഹചര്യത്തിൽ അവർ പെട്ടെന്ന് വലിയ കർശന നിയമങ്ങളൊന്നും നടപ്പാക്കാനും സാധ്യതയില്ല. പ്രത്യേകിച്ചും ലേബർ പാർട്ടിയുടെ MP-മാരെല്ലാം തന്നെ കർശന ഇമിഗ്രേഷൻ വേണ്ട എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ അതുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ലേബർ ഗവൺമെന്റും താല്പര്യം കാണിക്കുക. റീഫോം പാർട്ടിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിജയം എന്തുകൊണ്ടാണെന്നും അതിനനുസരിച്ച് ആവശ്യമായ ചേഞ്ചുകൾ നടപ്പാക്കാൻ ലേബർ പാർട്ടി തയ്യാറാകും. എന്നാൽ അത് ഉടനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആശങ്കയ്ക്ക് വഴിയില്ല. അവർക്ക് PR-ഉം സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും പുതിയ സ്ട്രിക്റ്റ് ഇമിഗ്രേഷൻ നിയമങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളൂ. ഇപ്പോൾ ലോക്കൽ ഇലക്ഷനിൽ വലിയ പരാജയം നേരിട്ടെങ്കിലും താൻ റിസൈൻ ചെയ്യില്ലെന്നും കണ്ടിന്യൂ ചെയ്യുമെന്ന പ്രസ്താവന പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത 3 വർഷക്കാലത്തേക്ക് വലിയ കർശന നിയമങ്ങളൊക്കെ രാജ്യത്തുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. UK-യിൽ കോവിഡ് സമയത്തുണ്ടായ ആ ഒരു ക്രൈസിസ് തന്നെയാണ് ഈ ഒരു കുടിയേറ്റം ഉയരാനുള്ള പ്രധാന കാരണം. കോവിഡ് സമയത്ത് കൂടുതൽ പേരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. പ്രത്യേകിച്ചും ബോറിസ് ജോൺസൺ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്താണ് കൂടുതൽ കെയർ വർക്കേഴ്സിന് UK-യിലെത്താൻ അനുമതി നൽകിയത്, വിസ നിയമങ്ങളൊക്കെ എളുപ്പമാക്കിയത്. ആ സാഹചര്യത്തിലാണ് കുടിയേറ്റം കുത്തനെ ഉയർന്നതും യൂറോപ്യൻ യൂണിയന് പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായി UK-യിലോട്ട് ലക്ഷക്കണക്കിന് പേരെത്തിയതും അത് രാജ്യത്തിന് വലിയ ക്രൈസിസ് ഉണ്ടാക്കി എന്ന ആരോപണങ്ങളാണ് പിന്നീട് റീഫോം പാർട്ടി ഉൾപ്പെടെ നടത്തിയതും. അതിനുശേഷമാണ് കുടിയേറ്റം കുറയ്ക്കണമെന്നും അൺസ്കിൽഡ് ജോലികൾക്ക് UK-യിൽ വിസ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലോട്ട് ഗവൺമെന്റ് എത്തിയതും. അതുകൂടാതെ കൂടുതൽ കർശന പ്ലാനുകൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. കുടിയേറ്റം കുറയ്ക്കുക, സെറ്റിൽമെന്റ് ഓപ്ഷൻ പരമാവധി ഇല്ലാതാക്കുക എന്ന രീതിയിലോട്ട് തന്നെയാണ് പുതിയ പ്ലാനുകളൊക്കെ നീങ്ങുന്നതും. മുൻ ഗവൺമെന്റ് ആയിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഇമിഗ്രേഷൻ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയത്. കൂടുതൽ കർശന നിയമങ്ങൾ കൊണ്ടുവരും, രാജ്യത്ത് നിലനിൽക്കുന്ന സിസ്റ്റം എല്ലാം മാറ്റിമറിക്കും, എല്ലാ മേഖലകളിലും വലിയൊരു ഉടച്ചുവാർക്കൽ തന്നെയായിരിക്കും ലേബർ ഗവൺമെന്റ് കൊണ്ടുവരിക എന്ന പ്രഖ്യാപനവുമായി അധികാരത്തിലെത്തിയ ലേബർ പാർട്ടിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലോട്ട് അവർ പ്രവർത്തിച്ചു എന്ന അഭിപ്രായവുമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ റീഫോം പാർട്ടി ഇത്രയും ശക്തമായ നിലപാടുമായി വന്നത്. അതിനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ റിസൾട്ട് എന്ന അഭിപ്രായവും വന്നിരിക്കുന്നു. ലേബർ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു പരാജയത്തിന് പ്രധാന കാരണം ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിച്ചില്ലെന്നും ജനങ്ങൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഗവൺമെന്റ് അവഗണിച്ചു എന്നുമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പുതിയ പ്ലാനുകൾ ലേബർ ഗവൺമെന്റും നടപ്പാക്കാനുള്ള സാധ്യത കൂടിയാണ് ഈ ഒരു റിസൾട്ടിലൂടെ ഉണ്ടായിരിക്കുന്നത്. ധാരാളം ഇമിഗ്രേഷൻ ചേഞ്ചുകളാണ് UK-യിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.